സർ, ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോടോ? മനസ്സിലായി സർ. ആരാ ഞാൻ? പറയടോ. ഹോം മിനിസ്റ്റർ. അപ്പൊ എന്റെ പേരെന്താ? പൊൻകുന്നം സദാശിവൻ. ആ പൊൻകുന്നം തൽക്കാലം അങ്ങ് വിട്ടേക്ക്. സദാശിവൻ മാത്രം എടുത്താ മതി. സദാശിവൻ ആരെന്നറിയാമോ? സംഹാരത്തിന്റെ ദൈവം, സാക്ഷാൽ മഹാദേവൻ. തന്നെ സംഹരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് അവതരിച്ചത്. കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രതാപവർമ്മ സാർ. അദ്ദേഹം കയറി വന്നൊരു കാര്യം പറഞ്ഞിട്ട് താൻ അനുസരിച്ചില്ല. എന്നാ പിന്നെ തന്റെ വകുപ്പിന്റെ പരമാധികാരിയായ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേക്കാവെന്ന് വിചാരിച്ചു. തന്റെ വിളയാട്ടം അറിഞ്ഞ CM ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നല്ലവരുടെ ഈ സംസ്ഥാനത്ത് തന്നെ പോലുള്ള കീടാണുക്കൾ ഇനി വേണ്ട. സർ, അത് ശബ്ദിക്കരുത്. ഒരക്ഷരം മിണ്ടി പോരുത്. താൻ ആരുടെയൊക്കെ കൽപ്പനകളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞങ്ങളിവിടെ ഭരിക്കുമ്പോ അത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ അനുവദിക്കില്ല. കോടികളുടെ കോൺട്രാക്റ്റും കൊട്ടേഷനും അല്ലേ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സംശുദ്ധനായ രാഷ്ട്രീയ നേതാവും മിനിസ്റ്ററുമാണ് പ്രതാപവർമ്മ സാർ. അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും ഒരു കൊലക്കേസിൽ കുടുക്കി തനിക്ക് ജയിലിൽ അടയ്ക്കണമല്ലേ? തൽക്കാലം ആ മോഹം അങ്ങ് മാറ്റിവെച്ചേക്ക്. ഇവിടെ കോടതി ഉണ്ടല്ലോ. കോടതി തീരുമാനിക്കും ഋത്തിക്ക കൊലപാതകയാണോ അല്ലയോ എന്ന്. മനസ്സിലായോ? എന്താണോ ഒന്ന് മൊഴിയാത്തത്? താൻ വലിയ പരാക്രമിയാണല്ലോ. എന്താ മറുപടിയൊന്നുമില്ലേ? ഇതെന്താടോ? ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ഗുണ്ടാ വിളയാട്ട കേന്ദ്രമാണോ? ഇവരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണോ? ചോദിച്ചു കേട്ടില്ലേ? ഇവരെല്ലാം ഈ പോലീസ് സ്റ്റേഷനിലുള്ളവരാണോ എന്ന്? അല്ല സർ. ആ, അപ്പൊ ഗുണ്ടകളാ. ഇവരെല്ലാം കസ്റ്റഡി എടുക്ക. സർ. ഞങ്ങളാരും നിയമം വിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിയമാനുസൃതം തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ കോർട്ട് ഓർഡറാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിൽ നിന്ന് നേടിയെടുത്തതാണ്. പ്രതാപവർമ്മയ്ക്ക് ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മകൾ ഋത്തിക്കയെ കാണുന്നു. ഋത്തിക്കയെ ഞാൻ കൊണ്ടുപോവുക. ഞാൻ തന്നെ നാളെ ഋത്തിക്കയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. ഈ കാക്കിക്കുപ്പായം താനങ്ങ് മറന്നേക്ക്. ഇതണിയാനുള്ള യോഗ്യതയൊന്നും തനിക്കില്ല. ക്യോക്കിലി പ്രിപ്പയർ എ സസ്പെൻഷൻ ഓർഡർ. വെരിക്കും. അത് ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. തനിക്കുള്ള പാരിതോഷികം രാജു നേരിട്ട് പിറകെ വന്ന് തരും. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, പ്രതാപവർമ്മയുടെ കൈകൊണ്ടായിരിക്കും തന്റെ അന്ത്യം. അച്ഛാ, എന്റെ മോള് വന്നോ? കരയാതെ. അച്ഛനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. രാജു സർ, എനിക്ക് ഒന്നുമില്ലെന്ന് നീ മോളോട് പറയടാ. മോള് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഉണ്ടായ ടെൻഷനാ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് അസുഖമൊന്നുമില്ല. സോറി മോളെ, എന്റെ മോൾക്കൊരാപത്ത് നേരിട്ടപ്പോ അച്ഛനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സോറി. അച്ഛൻ അതിന് അച്ഛൻ സോറി പറയുന്നത് എന്തിനാ?
അച്ഛന്റെ ഫ്രണ്ട് വന്നല്ലേ എന്നെ രക്ഷിച്ച്. സദാശിവം സാർ വന്നോ? ആ കൃത്യസമയത്ത് മിനിസ്റ്റർ അവിടെ എത്തി. മിനിസ്റ്റർ പ്രതികയെ രക്ഷിച്ച. നാളെ പ്രതികയെ കോടതിയിൽ ഹാജരാക്കാനും മിനിസ്റ്റർ വരാന്ന് പറഞ്ഞിരിക്കുക. സന്തോഷമായി. അച്ഛൻ എന്ത് പറ്റിയതാ അച്ഛ? അച്ഛനത് തുറന്നു പറ. എനിക്കൊന്നുമില്ല മോളെ. ശേഖര, ഏട്ടാ, എനിക്കൊന്നുമില്ലെന്ന് മോളോടൊന്ന് പറയേ. നീ പറഞ്ഞാലേ അവള് വിശ്വസിക്കൂ. ഏട്ടനൊന്നുമില്ല മോളെ. നിങ്ങൾക്ക് ഈ രാത്രി താമസിക്കാൻ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ സദാശിവൻ സാറ് എല്ലാം വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ടിവിയിലുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ കാറിൽ കോടതിയിലേക്ക് മോളെ കൊണ്ടുപോകാന്നും പറഞ്ഞു. അത് സാർ ഞങ്ങളോടും പറഞ്ഞു. എനിക്ക് റൂമൊന്നും വേണ്ട ചെറിയച്ച. ഞാനിവിടെ അച്ഛന്റെ കൂടെ ഇരുന്നോളാം. ഏയ്, ഏട്ടാ, ഏട്ടനെ കുടിക്കാൻ ചായ കാപ്പി വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട ശേഖര. ഇവർക്ക് രണ്ടുപേർക്കും ആഹാരം വാങ്ങിക്കൊടുക്ക. എനിക്കൊന്നും വേണ്ട ചെറിയച്ച. എനിക്ക് കുറച്ച് സമയം അച്ഛന്റെ അടുത്തിരിക്കണം. മോളിരുന്നോ, ഞങ്ങളിപ്പോ വരാം. രാജു വാ. ആ ഞാൻ പുറത്തേക്കാം.